ടാർജറ്റ് ഇല്ലെങ്കിൽ പച്ചമുളക് തീറ്റിക്കുക, പച്ചമുട്ട തലയിൽ അടിച്ചു പൊട്ടിക്കുക, പല പല മോശമായിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം എഴുതി കഴുത്തിൽ കെട്ടി തൂക്കുക, പ്ലാസ്റ്റിക് ചെരുപ്പുകൾ കഴുത്തിൽ കെട്ടി തൂക്കിയിടുക. നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ഇടില്ലേ. ഇത് ആരാണിത് ചെയ്യുന്നതാണ്? ജയിച്ചവനും തോറ്റവനാണ് ഇതിലെ ഇരകള്. ജയിച്ചവൻ അത് ആഘോഷിക്കും, പരാജയപ്പെട്ടവൻ അതിൽ ദുഃഖിക്കും. അപ്പൊ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക. തോറ്റവനെ സംബന്ധിച്ചിടത്തോളം മാനക്കേട് മാറണം. അതിനുവേണ്ടി നാളെ ബിസിനസ് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ച് അവന്റെ തലയിൽ മുട്ടയടിക്കും. ഈ പറയുന്ന കമ്പനിയും സെയിൽസ് ഏജന്റുമാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരേപോലത്തെ ബാഗ് ഈ 14 ജില്ലകളിലെയും കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? എറണാകുളത്ത് ഒരു പട്ടിയെ പോലെ നടത്തിച്ചു എന്നൊരു സംഭവം ഉണ്ടായി. അതേപോലെ ഒരു വിഷ്വല് കാസർഗോഡ് നിന്ന് വന്നു. ഈ കാസർഗോഡും എറണാകുളത്തും സിമിലർ ആയിട്ടൊരു സംഭവം നടക്കണമെങ്കിൽ ഇതിന്റെ മിഡിലായിട്ട് ഒരാൾ വേണ്ടേ? എല്ലാവരും ഒരേ കാര്യം എങ്ങനെയാ പറയുന്നത്? ഞാൻ ഇത്ര വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ പാരൻസ് ചിന്തിച്ചത് ഞാനൊരു അക്കൗണ്ടന്റ് ആണെന്നാണ്. എനിക്ക് പറയാൻ പറ്റുമോ ബാഗ് എടുത്ത് ഫീൽഡിൽ പോവാണെന്ന്? ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പോലും ഒരാളും എടുക്കാണ്ടിരുന്ന ഇവന്റെ ഒക്കെ എല്ലാ ഓഫീസും കൂടി പോകും. നിങ്ങൾ ആ കുട്ടികൾക്ക് നല്ലതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100% എടുക്കരുത് പ്രൊഡക്റ്റ്. വേണ്ട, നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചോളൂ. ആ കുട്ടികൾ രക്ഷപ്പെടില്ല. ഈ വൈറ്റ് കോളറൊക്കെ ഇട്ട് കൈയൊക്കെ കെട്ടി കാറും വീടും ഒക്കെ ആയിട്ട് നടക്കുന്ന അവന്മാർക്ക് നല്ല പോലെ ഉപകരിക്കുന്നു. കമ്പനിക്കെതിരെ ആര് തിരിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇത്ര പണത്തിന്റെ മുകളിൽ കിടന്ന് മതിക്കണ ആളെന്നൊക്കെയാണ് പറയുക. ആദ്യമായിട്ട് ഈ ന്യൂസ് കൊണ്ടുവന്ന ഒരു ചാനലുണ്ട്, അവര് പോലും ഇപ്പൊ അതിന്റെ ഒരു വാക്കും മിണ്ടണില്ല. പുള്ളീനൊക്കെ വെച്ച് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ ഉണ്ടല്ലോ. കോടികളുടെ വീട്, കോടികൾ എവിടെ ഉണ്ടോ? പിന്നെ പുള്ളി ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എന്റെ ഡ്രോയർ പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കുറയാതെ ഉണ്ടാവും. വയസ്സ് 25. പെണ്ണായാലും ആണായാലും തല്ല് കിട്ടും. ഒരു മാനേജറിനെ പേടിച്ചിട്ട് ഒരു ലേഡി ഒരു ദിവസം മൊത്തം റൂമിൽ ഇരുട്ടറയിൽ പേടിച്ചിട്ട് അടച്ചകത്തിരുന്ന് കരഞ്ഞ സംഭവം വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് തോന്നിയ ദിവസം കാണിക്കുക, കയറി പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതിഷേധിക്കുന്നതിന് മുമ്പേ നമ്മളെ തിരിച്ചടിക്കാനുള്ള ആയുധമായിട്ട് അവർ നിൽക്കും. നേരം വെളുക്കുന്നതിന് മുമ്പേ, ട്രെയിനീസ് ഉറങ്ങുന്നതിന് മുമ്പേ അവനെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് രാവിലെ പറയാൻ ചാടിപ്പോയി എന്ന് പറയും. സിമ്പിളാണ്. അല്ലെങ്കിൽ പറയും പ്രൊഡക്റ്റ് അടിച്ചു മാറ്റി എൻ്റെ പേരിൽ പുറത്താക്കി. ഞാൻ മാനേജറായിരിക്കുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി പഠിച്ചവനെക്കാളും 10 തോറ്റിട്ടൊക്കെ നിൽക്കുന്നവനെ ഫോക്കസ് ചെയ്യും, അവനൊക്കെ എങ്ങനെയൊക്കെ വന്നാലും നിന്ന് പൊക്കോളും. ഇതിന്റെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പരിതാപകരമാണ്. ചേരപ്പാമ്പ് അങ്ങനൊക്കെ തേളൊക്കെ ബെഡിന്റെ അടിയിൽ നിന്ന് എപ്പോഴും കിട്ടുമായിരുന്നു. 15 പേർക്ക് മൊത്തത്തിൽ ഒരു 250-300 രൂപ തരും. 15 പേർക്കാണോ 200? ഇതിൽ നമ്മൾ ഒപ്പിച്ചോണം. ഇപ്പൊ നോൺ സ്റ്റിക് പ്രോഡക്റ്റ് തന്നെ എനിക്കറിയാം, ഒരു 349 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കമ്പനിയിൽ നിന്നും. അത് നമ്മൾ ട്രെയിനീസിനെ കൊണ്ട് വിൽപ്പിക്കുന്നത് 1200-1300-നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മണി ബ്ലാക്ക് മണി അല്ലേ എന്ന് ചോദിക്കുന്നത്? മൊത്തം ഈ വരുന്ന പൈസ മൊത്തം ബ്ലാക്ക് മണി അല്ലേ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾ ഇന്നും ഈ നൂറ്റാണ്ടിലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതിനുദാഹരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ്. നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങാം. നമസ്കാരം. എന്തായിരുന്നു ആ വീഡിയോയ്ക്ക് പുറകിൽ? ആ വീഡിയോ കണ്ടതിൽ വെച്ച് ഞാനും ആകാംക്ഷയല്ലല്ലോ, നമുക്ക് ഒരു പേടിയാണ് ഉണ്ടാവുക. നമുക്ക് ജോലിക്ക് ട്രൈ ചെയ്യണോ എന്നൊക്കെ പേടിയാണ്. എന്തായിരുന്നു ആ വീഡിയോയ്ക്ക് പുറകിൽ? ശരിക്കും മറ്റുള്ളവർ ഇത് കാണുമ്പോൾ ഞെട്ടും. ഞങ്ങളെ സംബന്ധിച്ച് ഇത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഞാൻ ഈ സ്ഥാപനത്തിൽ ഏകദേശം ഒരു 5-6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. ഈ സ്ഥാപനങ്ങളിൽ ഒരു കോമ്പറ്റീഷൻ എന്ന പേരിൽ സ്ഥിരമായിട്ട് ഇത് പല രീതിയിൽ, പല തരത്തിൽ, പല വ്യക്തികളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് പുറം ലോകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ പലരും ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കും, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് നടക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. അപ്പോൾ കേസിന്റെ പിന്നാലെ പോലീസ് പോകുമ്പോൾ ചിന്തിക്കുക, ഇവിടെ ഒരു ലീഗൽ റിലേഷൻസ് ഇല്ല. ഈ നടക്കുന്ന സ്ഥാപനം വേറെയാണ്, ഞങ്ങളുടെ സ്ഥാപനം വേറെയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, കാസർഗോഡ് ഒരു സംഭവം നടക്കുന്നു, അതുപോലെ തന്നെ എറണാകുളത്ത് നടക്കുന്നു. ഇപ്പൊ നമ്മൾ യൂട്യൂബ് എടുത്ത പല വീഡിയോസും ഇതേ സ്ഥാപനത്തിന്റെ പേരിൽ വരുന്നുണ്ട്. എങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ഒരേ സിസ്റ്റത്തിൽ ഇങ്ങനെ നടക്കുന്നത്? ഇതിനൊരു ലിങ്ക് ഇല്ല എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് ഡെയിലി ഒരു ദിവസത്തിൽ രാവിലെ 7:30 തുടങ്ങി രാത്രി 8:30-9 മണി വരെ ഓരോ കുട്ടികളെയും ഫീൽഡിൽ വിട്ട് ഇവര് പണിഷ്മെന്റുകൾ കൊടുത്ത്, മാനസികമായി സമ്മർദ്ദം കൊടുത്ത് ബിസിനസ് കയറ്റിയെടുക്കുക. ബിസിനസ് എങ്ങനെ കയറ്റാം? നമ്മളിപ്പോ 10 പേരെ മുന്നിൽ വെച്ച് നമ്മൾ അപമാനിച്ച നമ്മളെന്താ ആ അപമാനം മാറ്റാനും നോക്കുക. പക്ഷെ ഈ ഒരു സ്ഥാപനത്തിൽ അപമാനം മാറ്റണമെങ്കിൽ ബിസിനസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ട്രെയിനിങ് കാലഘട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, മാനേജറായി വർക്ക് ചെയ്തു. എനിക്ക് ബ്രാഞ്ച് വരെ തരാമെന്നും പറഞ്ഞാണ്. അവിടെ നിൽക്കുമ്പോൾ ടാർജറ്റ് ഇല്ലെങ്കിൽ പച്ചമുളക് തീറ്റിക്കുക, പച്ച പാവയ്ക്ക് നമ്മളെ കൊണ്ട് ചവച്ചരപ്പിക്കുക, പച്ചമുട്ട തലയിൽ അടിച്ചു പൊട്ടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പഴയ കാർഡ്ബോർഡ് ബോക്സുകളിൽ പല പല മോശമായിട്ടുള്ള വാക്കുകൾ, മൃഗങ്ങളുടെ പേരാവാം, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കുറവുകളാവാം, ഇതെല്ലാം എഴുതി കഴുത്തിൽ കെട്ടി തൂക്കുക.
പ്ലാസ്റ്റിക് ചെരുപ്പുകൾ കഴുത്തിൽ കെട്ടി തൂക്കിയിടുക, നമ്മൾ ഈ ബാത്റൂമിലൊക്കെ ഇട്ടില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ കേരളത്തിൽ ഇന്നും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ദിവസവും ഇതുപോലുള്ള കുട്ടികൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഈ ന്യൂസ് വന്ന് ഭയങ്കര കൊടുമ്പിരി കൊണ്ടു, എന്നിട്ടും കുട്ടികൾ പൊക്കോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരണമെങ്കിൽ ഈ വീട്ടിലിരിക്കുന്നവർ ചിന്തിക്കണം, നമ്മുടെ മക്കൾ എവിടെയാണ്, അവരെവിടെ പോയി എന്താണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഇത്ര വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ പാരൻസ് ചിന്തിച്ചത് ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ ബാഗ് എടുത്ത് ഫീൽഡിൽ പോവാണെന്ന്? എന്തുകൊണ്ടാണ്? നാളെ നല്ലൊരു വീട് വെക്കാം, എൻ്റെ അച്ഛനും അമ്മയും നോക്കാം എന്ന വിശ്വാസത്തിൽ ഞാൻ പോയി കഷ്ടപ്പെട്ടതാ. പിള്ളേർക്ക് ഇത് പറയാൻ പറ്റത്തില്ല. പിള്ളേർ വിളിക്കുമ്പോൾ എന്താ, ഇപ്പൊ കഞ്ഞി അച്ചാറും തിന്നുന്നവനായിരിക്കും ഞാൻ. ബിരിയാണി കഴിച്ചു അമ്മ, ചിക്കൻ കറി ആയിരുന്നു, ബീഫായിരുന്നു, എൻ്റെ വീട്ടുകാരെ ഞാൻ പറ്റിച്ചതാ. എനിക്കിപ്പോൾ അതിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് അവര് വിഷമിക്കരുത്, നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴേ നീ ഇങ്ങനെ പറയാവൂ, നല്ലതാന്നേ പറയാവൂ. വീട്ടിലേക്ക് നിങ്ങൾ മന്ത്ലി ഒരു എക്സ്പെൻസ് അയക്കേണ്ടിയിട്ടില്ല നമ്മുടെ ചെലവിനും വീട്ടിലത്തെ കാര്യങ്ങളും. നല്ലപോലെ ബിസിനസ് ചെയ്യുന്നവനാണെങ്കിൽ അതിന്റെ പകുതി നമുക്ക് കിട്ടും, ഇല്ലാത്തവനാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓരോ കുട്ടികളും സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടൊരു ന്യൂസാണ്, അതിൽ 100% വാസ്തവം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ ന്യൂസ് ചാനലുകളിൽ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു. അതേ സ്ഥാപനത്തിൽ നിന്ന് വീണ്ടും കുട്ടികൾ ഈ ന്യൂസ് വന്നതിന് ശേഷം പോയി കഴിഞ്ഞപ്പോൾ 1-2 കസ്റ്റമേഴ്സ് പറഞ്ഞു, അത്രേ മക്കളെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചാണോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ, എന്നാൽ കുഴപ്പമില്ല അമ്മച്ചി എടുത്തോളാം, പ്രൊഡക്റ്റ് എടുത്തോളാം. ആരാണ് അപ്പോൾ കുഴപ്പം? ജനങ്ങള് ഇത് നിർത്താനല്ലല്ലോ, നിർത്തേണ്ടവനാണെങ്കിൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പോലും ഒരാളും എടുക്കാണ്ടിരുന്ന ഇവന്റെ ഒക്കെ എല്ലാ ഓഫീസും കൂടി പോകും. എന്തിനാ എടുക്കുന്നത്? നിങ്ങൾ ആ കുട്ടികൾക്ക് നല്ലതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 100% എടുക്കരുത് പ്രൊഡക്റ്റ്. വേണ്ട, നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചോളൂ. കാര്യം ആ കുട്ടികൾ രക്ഷപ്പെടില്ല, പറ്റിക്കപ്പെടാനാണ് പോകുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് എടുത്താൽ ഇപ്പോൾ ഒരു 500 രൂപയുടെ സാധനം എടുത്താൽ അവനൊരു 100 രൂപ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനത് എടുക്കുന്നു? അവനൊരു 25 രൂപ കിട്ടിയിട്ട് അവൻ എന്ത് നേടാനാണ് പോകുന്നത്? പ്രൊഡക്റ്റ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി? സഹതാപം വേണ്ട. ആ സഹതാപം കൊണ്ട് ഈ അമ്മമാരെയും ചേട്ടന്മാരെയും അച്ഛന്മാരെയും സഹതാപം കൊണ്ട് ഈ വേർത്തൊലിച്ച് മെലിഞ്ഞ് വലിയൊരു ബാഗും തൂക്കി വരുന്ന പിള്ളേരെ കണ്ടിട്ടാണ് അവർ എടുക്കുന്നത്. ഈ സഹതാപം ആ കുട്ടികൾക്ക് ഉപകരിക്കുന്നില്ല 100%. ഈ വൈറ്റ് കോളറൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി കാറും വീടും ഒക്കെ ആയിട്ട് നടക്കുന്ന അവന്മാർക്ക് നല്ല പോലെ ഉപകരിക്കുന്നത്. സഹതാപം കൊണ്ട് എടുക്കുന്നവരുണ്ട്, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ തീരുള്ളൂ ഇത്. അല്ല, എനിക്ക് എൻ്റെ ഭാഗത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ പീഡനം സഹിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ജോയിൻ ലെറ്റർ ഉണ്ടാവും, ഈ കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇത്ര പാക്കേജാണ് നിങ്ങളുടെ സാലറി, അങ്ങനെ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ അതിൽ. അതൊന്നും ഇല്ലാതെ അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്തില്ല എന്ന് ചോദ്യം. അല്ല, നമ്മൾ ജോയിനിങ് ചെയ്യുന്ന സമയത്ത് ജോയിൻ ലെറ്റർ ഞാനും ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയും നമുക്ക് തരും, ഈ ട്രെയിനിങ് കഴിഞ്ഞോട്ടെ, ട്രെയിനിങ് കഴിഞ്ഞാലാണ് നിങ്ങൾ കമ്പനിയുടെ സ്റ്റാഫ് ആവുക. ട്രെയിനിങ് കഴിഞ്ഞ് മാനേജറായി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും അത് അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓപ്പണിങ്, ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള കളിയാണ്. അല്ല, നിങ്ങൾക്കായിട്ടൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് തരുമെന്നാണ് ഇവർ പറയുന്ന വാഗ്ദാനം. നിങ്ങൾ അപ്പോൾ സാലറി ഇൻക്രിമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാലറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. ട്രെയിനിങ് കാലഘട്ടത്തിൽ കമ്മീഷനാണ്. ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ ഇപ്പൊ 100 രൂപയുടെ കൊടുത്താൽ ഒരു 5 രൂപ കിട്ടും, അല്ലെങ്കിൽ 10 രൂപ കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുന്നത്. അക്കൗണ്ടന്റ് ജോലി എക്സിക്യൂട്ടീവ് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഫീൽഡാണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഓഫീസിലാണ് ജോലി, ഓഫീസിലിരിക്കാം, നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺവിൻസിങ് ആണ്. രാത്രിയായി കഴിയുമ്പോൾ ആ പകല് മൊത്തം ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക്, കാര്യം അവിടെ എങ്ങും ആരുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ എവിടെ പോയി. അത് അവർ ഓരോ ആവശ്യത്തിനായിട്ട് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പോയേക്കാണ്, വൈകുന്നേരം ആകുമ്പോൾ വരും. ഇങ്ങനെയൊക്കെ നമ്മളെ ടാക്കിൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥിതി മാറിയാൽ മതി. നിങ്ങളൊരു സ്ഥാപനം ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിനിങ് ലെറ്ററും സാലറി സ്ലിപ്പും ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നൊരു ഇത് ഇറക്കി നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പീരീഡിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം എന്നൊരു കോൺട്രാക്ട് വെക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ മതി. ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവർ മാന്യമായിട്ട് പൊക്കോളും. ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, 6 മാസം ട്രെയിനിങ്. ആ കറക്റ്റ് കോൺട്രാക്ട് കമ്പനി ഒപ്പിട്ടിട്ടെ, അല്ലെങ്കിൽ ഈ നടത്തുന്ന സെയിൽസ് ഏജന്റ് ഒപ്പിടട്ടെ. 6 മാസം കഴിഞ്ഞ് പിന്നെ അവന്റെ കളി നടക്കുമോ? ഇല്ല. പ്രൊമോഷൻ കൊടുക്കാം, ജോയിനിങ് ലെറ്റർ കൊടുക്കട്ടെ, പിന്നെ അവൻ തെമ്മാടിത്തരം കാണിക്കുമോ? കാര്യം ജോയിനിങ് ലെറ്റർ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഇത് നിയമം മാറണം, വ്യക്തികൾ അറിവുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ജോയിൻ ലെറ്റർ അത്യാവശ്യമാണ്. 1 മാസത്തിനുള്ളിൽ അതിന് വീണ്ടും ഡിലേ വരികയാണെങ്കിൽ എനിക്കതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. അതെ, അതും നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണം. അതിന്റെ ജോയിൻ ലെറ്റർ ഇല്ലാതെ പോകരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പ്രായമുള്ള അറിവുള്ള ആൾക്കാരൊന്നും അല്ല ഇവർ നോക്കുന്നത്. ചെറിയ പിള്ളേർ, ചെറിയ ആൾക്കാർ, +2 കഴിയുന്ന ഒരു 18 ജോലിക്ക് വേണ്ടി അത്യാവശ്യം സാമ്പത്തികപരമായിട്ട് അത്രയും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ചെറിയ പ്രായമുള്ള ആൾക്കാരെ അവരിതൊന്നും ചിന്തിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് എങ്ങനെ 25,000 എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിയാ 18 വയസ്സ് 20 വയസ്സാകുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ചിന്തകൾ കുറവായിരിക്കും. ഞാൻ മാനേജറായിരിക്കുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞിട്ടുണ്ട്, ഡിഗ്രി പഠിച്ചവനെക്കാളും 10 തോറ്റിട്ടൊക്കെ നിൽക്കുന്നവനെ ഫോക്കസ് ചെയ്യും, അവനൊക്കെ എങ്ങനെയൊക്കെ വന്നാലും നിന്ന് പൊക്കോളും. മനസ്സിലായോ? വാർക്കപ്പണിക്കും കൂലിപ്പണിക്കും പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട്. ഡെയിലി 1,200 രൂപ. അതെ, വാർക്കപ്പണിക്കും ഒക്കെ പോകുന്ന പിള്ളേരുണ്ടാവും.
അപ്പൊ അങ്ങനെയുള്ള പിള്ളേരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തിക്കോണം. കാര്യം വാർക്കപ്പണിക്ക് പോകുന്നവന് ബാഗ് എടുത്തു പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. 2 ബാഗ് കൊടുത്താൽ അവൻ സുഖമായിട്ട് പോകും. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ബാഗ് എടുത്ത് പോകില്ല, കാരണം ചൂട് ഇതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. സത്യം, ഞാനും ആദ്യമായിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കളഞ്ഞു. ഇപ്പൊ ഇത് തുറന്നു പറയേണ്ട ആവശ്യം, നിങ്ങളിപ്പോ ഒരു അസിസ്റ്റന്റ് മാനേജറായി, ഇപ്പോൾ നിങ്ങൾ ഈ കമ്പനിക്കെതിരെ പറയുമ്പോൾ ഈ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയേണ്ട ആ ചിന്ത വന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറിയൊരു സമയമല്ല, 5-6 വർഷം ഞാൻ കൊണ്ട് കളഞ്ഞു. ഒന്നാമത്തെ കാര്യം എൻ്റെ വീട്ടുകാരെ എതിർത്തു, കൂട്ടുകാരെല്ലാവരും എതിർത്തിട്ടും ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ ജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്ന ഒരാളാണ്. ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നു, എല്ലാം കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഈ എറണാകുളത്ത് നടന്നൊരു സംഭവം പുറത്തു വരുന്നു. അപ്പോൾ ഈ സ്ഥാപനം ആ കേസ് കൊടുത്ത വ്യക്തിക്കെതിരെ തിരിയാണ്. ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ബാഗ് എടുത്ത് വന്ന പോലെ തന്നെ വന്നവനാണ് അവൻ. ഇത് ഉള്ളതാണോ അല്ലയോ ഞങ്ങൾക്കറിയാം, എനിക്കറിയാം, എനിക്ക് ആ വ്യക്തിയെ നേരിട്ട് അറിയില്ല, എന്നാൽ ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടാ? ഒരിടത്ത് മാത്രമല്ലല്ലോ, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ ന്യൂസ് ചാനലിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ട്രെയിനിങ് ചെയ്യുന്ന കാലഘട്ടം മുതലേ പേടിപ്പിക്കുക ഇവര്. കമ്പനിക്കെതിരെ ആര് തിരിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സാറ് പണത്തിന്റെ മുകളിൽ കിടന്ന് മതിക്കണ ആളെന്നൊക്കെയാണ് പറയുക. മനസ്സിലായി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ അങ്ങനെയാണ്. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള ചൂഷണം ഇതുണ്ടോ നിങ്ങൾക്ക്? ഭീഷണികൾ ഉണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇത് പുറത്തു പറഞ്ഞാലും അത് ഉണ്ടാവാം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വീഡിയോയിൽ കണ്ട അല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത് പറയാമോ? മെയിനായിട്ട് ടാർഗറ്റ് ബേസ്ഡ് ആയിട്ട്, ഇപ്പോൾ ലേഡീസ് എന്നോ ജെൻസ് എന്നോ ഒന്നും വ്യത്യാസമില്ല ഇവിടെ. പെണ്ണായാലും ആണായാലും തല്ല് കിട്ടും. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ തല്ലുന്ന വീഡിയോസ് 1-2 വന്നിട്ടുള്ളൂ. ഈ പട്ടിയെ പോലെ നടത്തുന്ന ഈ പച്ചമുട്ട നമ്മളെ തലയിലൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. പൊട്ടിച്ചങ്ങ് തേക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആരാണിത് ചെയ്യുന്നതാണ്? ഇത് ചെയ്യിപ്പിക്കുന്ന വെച്ചാൽ ജയിച്ചവനും തോറ്റവനുമാണ് ഇതിലെ ഇരകള്. എന്നാൽ ഇവർക്ക് അത് അറിയില്ല. ജയിച്ചവൻ അത് ആഘോഷിക്കും, പരാജയപ്പെട്ടവൻ അതിൽ ദുഃഖിക്കും. ജയിച്ചവൻ തോറ്റവനെതിരാണ് ഇത് ചെയ്യുന്നത്. ചെയ്യിപ്പിക്കുകയാണ്. ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ വേണ്ടിട്ട് ഇത് ചെയ്യുക. തോറ്റവനെ സംബന്ധിച്ചിടത്തോളം മാനക്കേട് മാറണം. അതിനുവേണ്ടി നാളെ ബിസിനസ് ചെയ്തിട്ട് ഇതുപോലെ തിരിച്ച് അവന്റെ തലയിൽ മുട്ടയടിക്കണം. ഇതിന്റെ ഒന്നും കൂടുതൽ വീഡിയോസ് ഒന്നും പുറത്തു വരാത്തതിന് ഒരു കാരണമുണ്ട്. ഇപ്പൊ ട്രെയിനീസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു 9 മണി വരെ ഫോൺ കയ്യിൽ ഉണ്ടാവില്ല അവരുടെ. രാവിലെ നിങ്ങൾ ഏൽപ്പിക്കും ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അവർ 7 മണിക്ക് ഫോൺ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി 9 മണി 9:30 ആകുമ്പോൾ മീറ്റിംഗ് ആയിട്ട് അല്ലേ, മീറ്റിംഗ് ഉണ്ട് ഒരു 9:30. ഇല്ല, അത് 7 മണി ബാങ്ക് വിളിക്കുമ്പോ വിളിക്കുമ്പോ നിർത്താം, അല്ലെങ്കിൽ വീട്ടുകാർ പിടിച്ചടിക്കും നമ്മളെ. കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ, വീട്ടിലല്ലോ. മനസ്സിലായി. അപ്പൊ ഈ ഫോൺ കിട്ടാത്ത കാരണം നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ മാനേജേഴ്സ് അവിടെ നിന്നിട്ടുള്ള അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഫോൺ ഉണ്ടാവും. ഈ പുള്ളി മാനേജറാണ്, അപ്പൊ പുള്ളിയുടെ ഫോൺ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ പുറത്തിറങ്ങി പറയുമ്പോൾ മാത്രമാണ് ഈ വീഡിയോസും കാര്യങ്ങളും പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ നെഗറ്റീവായിട്ട് ഞാനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയി എൻ്റെ അടുത്തൊരു തെളിവ് ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ അടുത്തൊരു വീഡിയോ ഒരു ഫോട്ടോ ഒന്നും ഇല്ല. അവർ പറയുന്ന ഒരു കാര്യം റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടൊരു കേസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവില്ല, ചുമ്മാ പറയാന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ വരുന്നോണ്ടാണ് ഇപ്പം ഇത് പുറത്തു വരുന്നത്. ഈ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ജോലി തെരഞ്ഞെടുക്കാനുള്ള ആ മേഖലയിലേക്ക് പോകണമെന്നുള്ള ഇങ്ങനെ എത്തിപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പത്രത്തിൽ ചുമ്മാ പരസ്യം കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ പത്രത്തിൽ നോക്കുകയാണ്. അപ്പൊ കണ്ടു, വിളിച്ചു. 30,000 25,000 ഒക്കെ സാലറി ഒക്കെ പറയുന്നത്. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയൊക്കെ കിട്ടുമെന്നാ പറയണേ. അപ്പൊ വിളിക്കുന്ന സമയത്ത് പറഞ്ഞത് ഓഫീസിൽ സ്റ്റാഫാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, മാർക്കറ്റിംഗ് ആണോ ഞാൻ ചോദിച്ചു. പക്ഷെ എനിക്ക് വലിയ അറിവുണ്ടായിട്ടല്ല. എന്നോട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞ് ഇതിൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഇങ്ങനെ ചതികളുണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ ചോദിച്ചു. പക്ഷെ അപ്പയും പറയണതല്ല എന്നാണ്. അവിടെ പോയാലും മതി, ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കണത്. പിന്നെ അവിടെ പോയി ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളവിടെ നിർത്തി. എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഒന്നുമില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്, +2 10th ഏതൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ പിടിച്ചു വെച്ച് പിന്നെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും തരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു 4 മാസം കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഫോൺ ഉപയോഗിക്കാൻ തരില്ല എന്ന് പറഞ്ഞല്ലോ 9 മണിക്ക് ശേഷം. എനിക്ക് അത്യാവശ്യമായിട്ട് വിളിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല, 9 മണിക്ക് രാത്രിയിൽ തരാൻ പറ്റത്തില്ല, കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കാരണത്തിൽ ഞാൻ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചു, മാനേജർമാരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ രാവിലെ ആകുമ്പോൾ തന്നെ അവർ വിടുകയാണ് ചെയ്തത്. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ട്. അപ്പൊ നിങ്ങൾ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ അതേ കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നില്ല? ഈ ഹോപ്പ് കൊടുക്കുകയാണ്, ഫേക്ക് പ്രോമിസ്.
അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇറങ്ങി പോരുമ്പോ അവരോടൊന്നും പറഞ്ഞില്ലേ നിങ്ങൾക്ക്? അവരോട് നമുക്ക് പറയാൻ വേണ്ടി സമ്മതിക്കത്തില്ല, നമ്മളെ അപ്പോഴത്തേക്കും എന്താ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അത് ഒരു ഗെയിമാണ്. കാര്യം ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ ബാക്കിയുള്ള ഗ്രൂപ്പായിട്ട് മിക്സ് ചെയ്യിക്കാൻ പാടില്ല. സെപ്പറേറ്റ് ചെയ്ത് തന്നെ എപ്പോഴും നിർത്തണം. അവൻ്റെ കൂടെ എപ്പോഴും ഒരു മാനേജർ ഉണ്ടാവണം. അതിനു വേണ്ടി തന്നെ അതൊക്കെയാണ് അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ പണി തന്നെ. സ്റ്റേയും ഫുഡും അവിടെ ഉണ്ടാവും. ഉണ്ടാവും. ഫുഡിന്റെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പരിതാപകരമാണ്. എന്നിരുന്നാലും ഉണ്ട്, ഭക്ഷണവും ഇതും ഉണ്ട്. 3 നേരം ഫുഡ് തരുമോ അതോ? 2 നേരമാണ് പറയുന്നത്. പക്ഷെ രാവിലത്തെ ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിരിക്കും. രാത്രി ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിക്കാൻ എങ്ങനെയെങ്കിലും ഒക്കെ മുട്ടിച്ച് പോകാൻ പറ്റുന്ന ഫുഡ്. താമസം എങ്ങനെയാ? അതും ഭയങ്കര ഇത്ര പോലെ ഒരു റൂമായിരിക്കും. അത് ഒരു 10-15 പേരൊക്കെ ഒരുമിച്ച്. ഇതുപോലെ ഒരു റൂമിനകത്ത് നമ്മൾ 10-15 പേര് കിടക്കണം. ഞങ്ങളുടെ അവിടുത്താണെങ്കിൽ കാസർഗോഡത്താണ് ഭയങ്കര പരിതാപകരമായിരുന്നു. ഈ ചേരപ്പാമ്പ്, കണക്ക് തേളൊക്കെ ബെഡിന്റെ അടിയിൽ നിന്ന് എപ്പോഴും കിട്ടുമായിരുന്നു. ഇത് കട്ടിലില്ല, ബെഡ് മാത്രമായിട്ട് ഷീറ്റ് വിരിച്ചിട്ട് കിടക്കണതാണ്. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ തേളിനൊക്കെ കിട്ടിയ കുറേ സംഭവം ഉണ്ട്. അതിലൊക്കെ തന്നെയാണ് കിടന്നത് ഇത്ര കാലം. എത്ര വർഷം പ്രവർത്തിച്ചു സാർ അവിടെ? ഒരുപാട്. ഇപ്പോഴും അവിടെ തന്നെയായിരുന്നു. ഇതാണ് അവസ്ഥ. ഞങ്ങൾ ഇത് തന്നെ അവസ്ഥ. അങ്ങനെ ഓഫീസിനുള്ളിൽ ടൈ കെട്ടി നടക്കാന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ബാഗ് കൂടണ്ടെന്ന് പറയും. എന്നാലും ഒരു കോമഡി എന്താന്ന് വെച്ചാൽ, പുതിയ പിള്ളേർ വരുമ്പോൾ അവരെ ബിസിനസ് പഠിപ്പിക്കാൻ നമ്മൾ പോയി കിടന്ന് പിച്ച് ചെയ്യണം. ഓരോ വീട്ടിലും ചെന്ന് ചേച്ചി ചേട്ടാ പ്രൊഡക്റ്റ് എടുക്കുമോ, ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. പിന്നെ ഇച്ചിരി കഴിവുണ്ട്, നമ്മൾ ട്രെയിനീസിനെ വിളിച്ചു വരുത്തെങ്കിൽ നമ്മളെ പിടിച്ച് ഓഫീസിലിരുത്തും, അവന് സ്ട്രെങ്ത് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുതണ്ട. ഇപ്പോൾ സ്ട്രെങ്ത് കൂട്ടാനുള്ള കഴിവൊന്നുമില്ല, ബിസിനസ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ ഫീൽഡിൽ തന്നെ പോവുക. മാനേജർ ആയാലും എത്ര വർഷമായാലും അങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. ഒരുമിച്ചാണോ നിങ്ങൾ താമസിക്കുന്നത്? അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും അതുപോലെ വളരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇതിനെതിരെ ഒരു കൂട്ടം ഉണ്ടായില്ലേ? ഇപ്പൊ തൊഴിലാളികൾക്ക് ഇപ്പൊ എല്ലാ സമരങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് ഇവർ കൂട്ടമാകുമ്പോഴാണല്ലോ. അങ്ങനത്തെ ഒരു യൂണിയൻ അങ്ങനത്തെ പരിപാടികളൊന്നും നിങ്ങൾ ഉണ്ടാക്കിയില്ല, അങ്ങനെയാണോ? അല്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൺട്രോൾഡ് ആണ്. ഇത് എന്താ പറയുക, ഒരു ലെവൽ ബൈ ലെവലായിട്ട് ഇത് നോക്കാനും കണ്ണിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ട്രെയിനർമാരുണ്ട്. ട്രെയിനീസിൽ തന്നെ ചാരന്മാരുണ്ടാവും. ഇപ്പോൾ ഒരാൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മുകളിലുള്ളവൻ്റെ അടുത്ത് എത്തിക്കാൻ അടുത്ത ആളുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ പ്ലാൻഡ് ആയിട്ട് ഇവർ പോവുക. നമുക്ക് ഒരിക്കലും പ്രതിഷേധിക്കാൻ, നമ്മൾ പ്രതിഷേധിക്കുന്നതിന് മുമ്പേ നമ്മളെ തിരിച്ചടിക്കാനുള്ള ആയുധമായിട്ട് അവർ നിൽക്കും. ഇപ്പോൾ ഒരു വ്യക്തി നെഗറ്റീവായി പോവാണ്, അവന് എതിർപ്പാണ്, വേറെ ഒന്നുമില്ല. അവനെ നേരം വെളുക്കുന്നതിന് മുമ്പേ, ട്രെയിനീസ് ഉറങ്ങുന്നതിന് മുമ്പേ അവനെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് രാവിലെ പറയും അവൻ ചാടിപ്പോയി എന്ന് പറയും. സിമ്പിളാണ്. അല്ലെങ്കിൽ പറയും പ്രൊഡക്റ്റ് അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ പുറത്താക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിൽ പോയി കുരുത്തക്കേട് കാണിച്ചിട്ട് പുറത്താക്കി എന്നൊക്കെ പറയുക. ഒരുത്തൻ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടിട്ട് ഞാൻ ഇതിൽ രക്ഷപ്പെടും, അവൻ നല്ല ബിസിനസ് ചെയ്യുന്നവനായിരിക്കും, അവൻ കോൺഫിഡൻറ്റാ. അവൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം ഞാൻ പറയണ്ട എടാ ഇത് ശരിയല്ല നമുക്ക് പോവാന്ന് പറയുകയാണെങ്കിൽ അവൻ ചിന്തിക്കും ഞാൻ നന്നാവുന്ന കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇവൻ എന്നെ നെഗറ്റീവ് ആക്കാൻ നോക്കുകയാണ്. അതങ്ങനെയാണ് ക്ലാസ് കൊടുക്കുന്നത്. നിന്റെ കൂടെ ഉള്ളവൻ തന്നെ നിന്നെ നെഗറ്റീവ് ആക്കാൻ നോക്കുമെന്ന് ട്രെയിനിങ് ചെയ്യുമ്പോഴേ പഠിപ്പിക്കുകയാണ്. നിന്റെ അടുത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ നീ ഉറപ്പായിട്ട് അത് ഞങ്ങളിലേക്ക് എത്തിക്കണം, എങ്കിലേ നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ലെവൽ ഓഫ് എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ലെവൽ, അസിസ്റ്റന്റ് മാനേജർ എല്ലാവരും ഉണ്ടാവും. ഇവരിലല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽഡിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പോകുന്ന സമയത്ത്. അതൊക്കെ നമ്മൾ അസിസ്റ്റന്റ് മാനേജറോട് പറയാം, ഷെയർ ചെയ്യാം. അതൊക്കെ അവര് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സെയിൽസ് കൂട്ടാനുള്ള സാധനം ചെയ്തു തരും. സെയിൽസ് കൂട്ടാന്നുള്ളതേ ഉള്ളൂ. ട്രാവൽ അലവൻസ് ആ പരിപാടികളൊന്നുമില്ല. അതൊക്കെ അവരുടെ കമ്മീഷനിൽ നിന്ന് തന്നെ കുറയ്ക്കും. അതായത് നമുക്ക് കിട്ടുന്ന പെർസെന്റേജ് ഉണ്ടല്ലോ കമ്മീഷൻ. ഒരു പോകുന്ന വഴിക്ക് ഒരു കുറച്ച് വെള്ളം തയ്ച്ചാൽ വെള്ളം കുടിക്കാനുള്ള പൈസ പോലും നിങ്ങൾ ഒരു ദിവസം 100 രൂപ എടുക്കാം. അതും ആ 100 രൂപയില് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചെലവ്, വൈകുന്നേരം വരാനുള്ള ചെലവ്, നാളെ രാവിലെ പോകാനുള്ള ചെലവ്, ഇത് ഒതുക്കിക്കോണം. അതിൽ കൂടാൻ പാടില്ല. 100 രൂപയാണ് നിങ്ങളുടെ എക്സ്പെൻസ് ഒരു 100 രൂപ. ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു 65 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ കൂടിയതാണ്. ഓക്കെ. ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ? ഞാനിപ്പോൾ ഒരു 1.5 വർഷമായി. എത്ര വർഷം? 4 വർഷം വർക്ക് ചെയ്തു അവിടെ? 5 വർഷത്തിന് മേലെ പോയി. 5 വർഷം. കൊറോണയ്ക്ക് മുന്നേ പോയി ട്രെയിനിങ് തുടങ്ങിയതാ. കൊറോണ കുറച്ച് നാൾ കൊണ്ടുപോയി. നിങ്ങൾ ലേബർ കോർട്ടിൽ പോയപ്പോൾ അങ്ങനെ സംഭവിച്ചു? ലേബർ കോർട്ടിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറയുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കില്ല? നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ട് കിടക്കാണ്, ഇത് നമുക്ക് അവർക്കെതിരെ കേസ് പോകണമെന്നും അവർക്ക് ഇപ്പോൾ പൊതുസ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും? എവിടെ ചെന്നാലും ചോദിക്കുക തെളിവുണ്ടോ. ഞാൻ ജോയിൻ ചെയ്തതിന് എനിക്ക് ജോയിനിങ് ലെറ്റർ ഇല്ല. എനിക്ക് അവർ സാലറി തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവില്ല. അക്കൗണ്ടിലല്ല തരാം. അക്കൗണ്ട്സ് എന്ന് ഒരു മാനുവൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് അവിടെ ഇല്ല. ഒരു നോട്ട്ബുക്ക് മേടിക്കും, ഒരാള് പേരെഴുതും, അവൻ കൊണ്ടുപോയ പ്രൊഡക്റ്റ് വൈകുന്നേരം ആകുമ്പോൾ എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് എഴുതും, സെയിലായത് കൂട്ടും, അതിൽ നിന്ന് എത്ര ശതമാനമാണോ അവന് കൊടുക്കേണ്ടത് അത് നോക്കിയിട്ട് അവൻ്റെ ഫീൽഡിലെ എക്സ്പെൻസും കുറച്ചിട്ടാണ് അവൻ്റെ വരുമാനം.
പിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഇവർക്ക് പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് കിട്ടുന്നുള്ള നിങ്ങൾക്ക് സാലറി വരുന്നത് അന്ന് തന്നെ തരും. ഡെയിലി ആണോ പേയ്മെന്റ് അല്ല, ഓരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കും. ഓക്കെ, മന്ത്ലി നിങ്ങൾക്ക് അക്കൗണ്ടിലേക്കില്ല ഈ എമൗണ്ട് വരുന്നത്? കിട്ടില്ല, മന്ത്ലി സാലറി കയ്യിൽ പോലും കിട്ടത്തില്ല, അക്കൗണ്ടിലൊന്നും ഇല്ല, കയ്യിൽ പോലും നമുക്ക് തരത്തില്ല. ബുക്കിൽ അങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. 5000 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ കാണാം. ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ഈ എമൗണ്ട് വരില്ല? ഇല്ല. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലീവിന് പോകുമ്പോൾ, ഇപ്പോൾ ഞാനൊരു മാനേജർ ആയിരുന്നുകൊണ്ട് പറയാം, എൻ്റെ മുകളിലുള്ള മാനേജർ എന്നോട് പറയാം, ഇപ്പോൾ അവന് എത്ര രൂപ സേവിങ്സ് ഉണ്ട്, ഒരു 2-3 മാസത്തേക്ക് ഉണ്ടാവും. 2-3 മാസം കൊണ്ട് അവനൊരു 12,000 ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 6,000 രൂപ കൊടുത്തേക്ക്, ബാക്കി അവിടെ കിടക്കട്ടെ, ഇങ്ങനെ പറയുള്ളൂ വീട്ടിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇവൻ അല്ലെങ്കിൽ പറയും, നീ വീട്ടിൽ പൊക്കോ, ഇപ്പൊ 6,000 കൈ വെച്ചോ, ഇട്ട് തരാന്ന് പറയും. എന്നിട്ട് പറയും, നീ തിരിച്ച് വണ്ടി കയറി ഇവിടെ എത്തിയിട്ട് ഇട്ട് കൊടുക്കാന്ന് പറയും. കാര്യം അവനെ തിരിച്ചു വരുത്തണം, അവന്റെ പൈസ ഇവിടെ കിടക്കണം, എങ്കിലേ അവൻ വരുള്ളൂ. നിർത്തി പോയാലെന്നുള്ളൊരു പേടി. പിന്നെ ഒരു ലീവ് ചോദിച്ചാൽ നമ്മൾ തന്നെ തടയണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആർക്കെങ്കിലും വയ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പറയാലോ, ഇപ്പൊ നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഇപ്പോൾ പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, വീട്ടിലേക്ക് വിളിക്ക്. ഇവൻ കള്ളമാണോ പറയണമെങ്കിലോ, ഇവന്റെ വീട്ടുകാരെ കൊണ്ട് ഇവൻ പ്ലാൻ ചെയ്യിച്ച് വിളിച്ചതാണെങ്കിലോ, നമ്മൾ വീട്ടുകാരെ വിളിച്ച് കൺഫേം ചെയ്ത് ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ അറിഞ്ഞ് കഴിവതും വിടാതിരിക്കാൻ നോക്കണം. ഓക്കെ, പക്ഷെ പീഡനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതികരിക്കാൻ തുടങ്ങില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഇതില് നമുക്കിപ്പോൾ അടി തരികയാണെങ്കിൽ അതുപോലെ തലോടാനും അവർക്കറിയാം. അകത്ത് വെച്ച് അടി തരും, പുറത്തു കൊണ്ടേ തലോട്. ഇതാണ് സംഭവം. നീ നന്നാവാൻ വേണ്ടിയല്ലടാ, നിന്റെ ചേട്ടനെ പോലെ അല്ലടാ ഞാൻ, അല്ലെങ്കിൽ നീ എൻ്റെ കുഞ്ഞ് അനിയനാടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക്. നിങ്ങളും അങ്ങനെ ചെയ്തിരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ സീനിയർ മാനേജർ ഒരു ട്രെയിനിയെ 2 കൊടുത്തു, എന്നെ വിളിച്ചിട്ട് ഒരു 100 രൂപ കൈ തരും, അവനൊന്ന് പുറത്തു കൊണ്ടേ സംസാരിക്കടാന്ന് പറയും. ആ 100 രൂപയ്ക്ക് അവനൊരു ഷെയ്ക്കോ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അവനെ സംസാരിച്ച് കൂളാക്കി തിരിച്ചു കൊണ്ടുവരേണ്ട എൻ്റെ ജോലിയാ. അവൻ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്കിട്ട് കിട്ടും അടി. ഓക്കെ, അപ്പൊ നിങ്ങളും അതിന്റെ ഒരു ഭാഗമാക്കാം. എല്ലാരും പാർട്ടാണ്. പിന്നെ ഇത് അടി കിട്ടിയാൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോപ്പ് ഇവർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ മാനേജർ ആക്കാം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. എല്ലാവരും ഈ കഷ്ടപ്പെടുന്നത് ഒറ്റക്കാര്യം ഈ മാനേജർ ആവുക, സുഖമായിട്ട് ഇരുന്നിട്ട് ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള. അപ്പോഴും ഈ പ്രശ്നം നിങ്ങളല്ലേ, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇല്ല, ഇവര് നിന്നാലല്ലേ എനിക്ക് വരുമാനമുള്ളൂ. അപ്പൊ അവരുടെ ഇവരെ നിർത്തിയില്ലെങ്കിൽ വരുമാനം മാത്രമല്ല അടിയും കിട്ടും. നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൂടുതലായിട്ട്. കാര്യം ഇവർക്ക് കിട്ടുന്നതിനേക്കാളും പ്രഷറാണ് ഞങ്ങൾ അസിസ്റ്റന്റ് മാനേജേഴ്സിന് കിട്ടുന്നത്. ഞങ്ങൾക്ക് ട്രെയിനീസിനെ വിളിച്ചു വരുത്തണം. ഒരു ഇന്റർവ്യൂവിൽ ട്രെയിനി വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അടുത്ത പരസ്യം നമ്മൾ ഇട്ടോണം പത്രത്തിൽ. ഒരു പരസ്യത്തിന് 3000-4000 ആണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിളിച്ച് വരുത്തിയേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, വന്നാൽ ആ ട്രെയിനി നിന്നോണം, നിന്നേ പറ്റൂ. ഇനി നിന്ന ട്രെയിനി ബിസിനസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഫീൽഡിൽ പോക്കോണം. ഇവൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഞാൻ കൂടെ പോയി ചെയ്തു കൊടുത്തോണം. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇത്. അതായത് ഒരാളെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് ബിസിനസ് ചെയ്യിച്ചാൽ മാത്രമേ നിനക്ക് ഞാൻ ബ്രാഞ്ച് തരുള്ളൂ, ഇല്ലെങ്കിൽ നീ നിർത്തി പൊക്കോന്ന് പറയും. അവിടെ എത്ര പേർക്ക് ബ്രാഞ്ച് കിട്ടിക്കാണോ? എന്റെ അറിവില് ആ ഒരു ബ്രാഞ്ചിലെ മാനേജർ എന്നോട് പറഞ്ഞ ഒരു 10-14 വർഷമായി. ഇതുവരെ 2 പേർക്ക് എന്തോ ബ്രാഞ്ച് കിട്ടിയെന്ന് പറയണു. ഈ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ നമുക്കൊരു ഓഫീസ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഓപ്പൺ ചെയ്യാന്നാ പറയാ. ഓക്കെ, പക്ഷെ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ കിട്ടണം എന്നൊന്നുമില്ല, കമ്പനി തീരുമാനിച്ചു. അപ്പോഴും നമുക്കിതിന് ഒന്നുമില്ലല്ലോ. കാരണം കമ്പനി ഓപ്പൺ ചെയ്യുന്ന എനിക്ക് എൻ്റെതായ ഒരു ലൈസൻസിൽ ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസിയിലാണല്ലോ നമ്മൾ ഓപ്പൺ ചെയ്യുക, ഏത് കമ്പനി ആണെങ്കിലും. ഇപ്പോൾ ഫ്രാഞ്ചൈസി അങ്ങനെയല്ലേ ഫീസോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടില്ല നമുക്കൊരു ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു കമ്പനി. ഇതിൽ വേറൊരു രസം എന്ന് വെച്ചാൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ ഞങ്ങൾ മാനേജറായി നിൽക്കുമ്പോൾ പറയും കമ്പനി ബിൽഡിംഗ് തരും, സ്റ്റോക്ക് തരും, സ്റ്റാഫ് വരും, ഒന്നും നീ പേടിക്കണ്ട. ഞാൻ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നും തരില്ല. നിനക്ക് വേണമെങ്കിൽ നീ പരസ്യം ഇട്ട് നീ വിളിച്ചു വരുത്തി, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ ഒരു ബിൽഡിംഗ് എടുത്ത് നീ കമ്പനിക്ക് പൈസ തന്നാൽ നിനക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് തരും, അത് വെച്ച് നീ ഓടിച്ചോ. ഞാൻ പുറത്തുനിന്ന് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സാധനം വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് വിൽക്കുന്ന പോലെ തന്നെ സംഭവം. അതെ, ഈ രഹസ്യം പുറത്തറിയില്ല, ആർക്കും അറിയത്തില്ല. ഇവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തരും എന്നുള്ളതാണ്. ഞാൻ 5 വർഷം നിന്നിട്ട് 5ാമത്തെ വർഷമാണ് ഞാൻ ഈ സത്യം തിരിച്ചറിയുന്നത്, കമ്പനി ഒന്നും തരില്ല. അല്ല, ഞാൻ അതിന്റെ വീഡിയോസിൽ അതിന്റെ ഈ വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് കുറെ ന്യായീകരിക്കാൻ വേണ്ടി ഇത് സംഭവം ഇങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി ഓഫീസേഴ്സ് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയല്ല, നമ്മൾ ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, പുറത്തു വരും ഒരാൾക്ക് ആർക്കും വേണമെങ്കിൽ തുടങ്ങാം, ഈ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ആർക്കും തുടങ്ങാം, അങ്ങനെയുള്ള സ്ഥലത്ത് നടന്ന പീഡനമാണ് ഇതെന്നാണ്. ഈ കമ്പനിയായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവരെന്താ പറയുക, വോയിസ് ആയിട്ടും കോളായിട്ടും ഒക്കെ ഈ സ്റ്റാഫിനെ, അതായത് ഈ ട്രെയിനീസിനെ വിളിച്ചിട്ട് അഭിനന്ദിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ തരാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം ഇവർ ഈ ഹോപ്പ് കൊടുക്കുന്നുണ്ട്. ഇവർ ആദ്യമേ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ലിങ്ക്ഡ് ആണ്, കമ്പനി ഇങ്ങോട്ട് നേരിട്ട് നമുക്കെല്ലാം തരും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവര് പറയുന്നു അതായത് ചീറ്റിംഗ് ആണ്, ശരിക്കും ചീറ്റ് ചെയ്തോണ്ടിരിക്കുക ഈ ട്രെയിനീസിനൊക്കെ. ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ഓഫീസേഴ്സ് വന്നിട്ട് ഞങ്ങള് കമ്പനിയുടെ സെയിൽസ് സ്റ്റാഫാണ്, ഞങ്ങൾക്ക് ഇത് ഈ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന സെയിൽസ് സ്റ്റാഫിനും ഉണ്ട് പല ജില്ലകളിലും പലയിടത്തും ബ്രാഞ്ച്. ഇവരും ഇതുപോലെ ട്രെയിനിങ് ചെയ്ത് വന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത്. ഇന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളായി കഴിഞ്ഞപ്പോൾ അവർക്ക് മാനേജേഴ്സിന്റെ ആവശ്യമില്ല, അതാണ് സത്യം.
ഇപ്പൊ അവർക്ക് ഉള്ള പിള്ളേരെ എങ്ങനെയെങ്കിലും ഒക്കെ കയറ്റി ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവാ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ പറയുന്ന കമ്പനിയും സെയിൽസ് ഏജന്റുമാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരേപോലത്തെ ബാഗ് ഈ 14 ജില്ലകളിലെയും കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ബാഗുകളൊക്കെ ഒരുപോലെ തന്നെ സെയിം. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു, ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നു. ഒരേപോലത്തെ ബാഗുകൾ കേരളത്തിലെ 14 ജില്ലകളിലും എങ്ങനെ കിട്ടുന്നു? ഇവര് തന്നെയാണ്. ഞാൻ തന്നെ കമ്പനിയുടെ വണ്ടി വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ബാഗ് എടുത്തിട്ടുണ്ട് ഒത്തിരി തവണ. അതുപോലെ ഇതേപോലെ ഇപ്പോൾ എറണാകുളത്ത് ഒരു പട്ടിയെ പോലെ നടത്തിച്ചു എന്നൊരു സംഭവം ഉണ്ടായി. അതേപോലെ ഒരു വിഷ്വൽ കാസർഗോഡ് നിന്ന് വന്നു. ഈ കാസർഗോഡും എറണാകുളത്തും സിമിലർ ആയിട്ടൊരു സംഭവം നടക്കണമെങ്കിൽ ഇതിന്റെ മിഡിലായിട്ട് ഒരാൾ വേണ്ടേ? ശിക്ഷാ രീതികളൊക്കെ ഒരുപോലെ. ഇപ്പോ ഒരുപാട് വ്യക്തികൾ ഇപ്പൊ പ്രതികരിക്കാനായിട്ട് വന്നു, വീഡിയോസും പല ന്യൂസിലൊക്കെ വരുന്നത്. എല്ലാവരും പറയുന്ന കമ്പനിയുടെ സിസ്റ്റം ഒന്നാണ്. ഈ അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ, ഇൻചാർജ് മാനേജർ എന്ന് പല സെക്ഷനുകൾ പറയുന്നത്. എല്ലാവരും ഒരേ കഥയല്ലേ പറയുന്നത്? ഇപ്പൊ ഒരാൾ വന്ന് പാലക്കാട് നിന്നാണ് പ്രതികരിക്കുന്നെങ്കിൽ ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും ഒരേ കാര്യം എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ ഈ പറയുന്ന കമ്പനി ഇവരും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഈ പ്രതികരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയല്ലേ? സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സിസ്റ്റം, പണിഷ്മെന്റ് ഉണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഉണ്ടാക്കിയത് ഈ പറയുന്ന ഈ ഒരു കമ്പനി തന്നെയാണ്. സ്ട്രക്ചർ ഉണ്ടാക്കിയത് കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിയുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ലീഗലി ഒരു ബ്രാഞ്ച് ആണെന്നൊരു ബന്ധമില്ല. ഈ പറയുന്ന കേരളത്തിലെ 14 ജില്ലയിലും ഇവർക്ക് ബ്രാഞ്ച് ഉണ്ടായത് തന്നെ ഒരു കാലത്ത് ബാഗ് എടുത്തിരുന്നവരും അസിസ്റ്റന്റ് മാനേജറെ വർക്ക് ചെയ്തവരാണ് ഇന്നത്തെ ഇവരെ സെയിൽസ് ഏജന്റ് എന്ന് പറയുന്നവര്. അതുപോലെ ഒരു സെയിൽസ് ഏജന്റ് ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയും ട്രെയിനിങ് ചെയ്യിക്കുന്നത്. ഇന്ന് അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ആവശ്യത്തിലധികം ബ്രാഞ്ചുകൾ ആയി കഴിഞ്ഞു. ഒരു ബ്രാഞ്ചിൽ മിനിമം എത്ര എംപ്ലോയീസ് ഉണ്ടാവും? എത്ര വേണമെങ്കിലും ആവാം, അതിന് കണക്കൊന്നുമില്ല. ചില മാനേജേഴ്സിന് ചിലപ്പോ 20 പേരുണ്ടെങ്കിൽ 10 പേരായിട്ടിട്ട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 2 ഓഫീസ് ഉണ്ടാവും. അപ്പൊ നെഗറ്റീവ്സും കുറയും, പ്രശ്നങ്ങൾ കുറയും, കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ. ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് ഇപ്പം ഈ വീഡിയോ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു പറയാൻ പറ്റും നിങ്ങൾക്കുള്ള? നമ്മൾ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം മുന്നേ പോയ കുറെ ആൾക്കാർ തിരിച്ചു വിളിച്ചത്. അതായത് നമുക്ക് എല്ലാവർക്കും നടുക്കുള്ള ഒരു കണ്ണി പറഞ്ഞാൽ ഈ സാറാണ്. പുള്ളി മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ എല്ലാവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പുള്ളിയുടെ കയ്യിലുണ്ട്. സ്റ്റാഫുകൾ തമ്മിൽ വേറെ ബന്ധമില്ല, ഈ ട്രെയിനീസ് തമ്മിൽ. ട്രെയിനീസുകൾ ഫോൺ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഇവര് തമ്മിൽ നമ്പറോ കണക്ഷനോ ഒന്നും എല്ലാവർക്കും മാനേജറിന്റെ നമ്പർ ഉണ്ടാവും. ഞാനിപ്പോ പല ട്രെയിൻസുമായിട്ട് കണക്ഷനാണ്. അപ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ. അതെ അതെ അതെ. അപ്പൊ എല്ലാരും വിളിച്ചിട്ട് സാർ ഇതിപ്പോ വാദി പ്രതിയായ അവസ്ഥയാണല്ലോ, സത്യം പുറത്തു വിട്ടവന്റെ മികട്ടായല്ലോ, എല്ലാരും കൂടെ കയറുന്നതെന്നൊക്കെയായി. അങ്ങനെയാണ്. എങ്കിൽ പിന്നെ നമുക്ക് പ്രതികരിച്ചാലോ എന്നുള്ള ഒരു ആശയം വന്നു. എനിക്ക് പിന്നെ പേടിയൊന്നുമില്ല, ഉള്ളത് തന്നെയല്ലേ പറയുന്നത്. ഇല്ലാത്ത നുണയും കഥയൊന്നും എതിരായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 5-10 പേരുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എല്ലാവരുടെ കയ്യിലുള്ള തെളിവുകൾ പരമാവധി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കളക്ട് ചെയ്തു. അങ്ങനെ പിന്നെ കുറെ പേർക്ക് വരാൻ പറ്റിയില്ല. ഗേൾസ് ഒക്കെ ഉണ്ട്, കുറെ പേരുണ്ട്. പൈസയൊക്കെ അങ്ങോട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. ഈ അങ്ങോട്ട് കൊടുക്കുക. അതെന്തിനാ? വീട്ടിൽ നിന്നൊക്കെ മേടിച്ച് അങ്ങോട്ട് കൊടുത്ത ആൾക്കാരൊക്കെ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പണിഷ്മെന്റ് മേടിച്ചിട്ട് ചില കുട്ടികളെ കൊണ്ട് ചില അസിസ്റ്റന്റ് മാനേജേഴ്സ് ഇട്ടു. 1-2 അസിസ്റ്റന്റ് മാനേജേഴ്സ് അവരെ പ്രഷർ ചെയ്ത് നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഗ്രൂപ്പ് ജയിക്കാൻ വേണ്ടി നീ ഒരു 5000 എടുത്ത് മറക്കി, 4000 മറക്കി എന്നൊക്കെ പറഞ്ഞ് ട്രെയിനീസിനെ കൊണ്ട് മറിച്ച മാനേജേഴ്സും ഉണ്ട്, പൈസ എടുത്ത് കളിച്ച മാനേജേഴ്സ്. പക്ഷെ ആ കഥ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ ഈ ഒരു ഗ്രൂപ്പൊക്കെ വന്ന് എല്ലാം ഡിസ്കഷൻ ചെയ്യുമ്പോൾ സാർ എന്റെ അത് എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കഥ അറിയുന്നത്. ബ്രാഞ്ച് സക്സസ് ആവാ അങ്ങനെ ജോലിക്കാരെ കയ്യിൽ നിന്ന് പൈസ. കാര്യം എന്താണെന്ന് അറിയാവോ? ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഈ അസിസ്റ്റന്റ് മാനേജറിന് അടി കിട്ടും. ഈ അസിസ്റ്റന്റ് മാനേജറുടെ ടീം ജയിച്ചില്ലെങ്കിൽ അവൻ പണിഷ്മെന്റ് ചെയ്യണം. അവൻ അടിയും കിട്ടും, പണിഷ്മെന്റും ചെയ്യണം. ഈ പണിഷ്മെന്റ് എംപ്ലോയീസ് ട്രെയിനീസിന്റെ ഇടയിൽ എല്ലാ അസിസ്റ്റന്റ് മാനേജേഴ്സിന്റെ ഇടയിലും പിന്നെ ജയിച്ച മാനേജർ, തോറ്റ മാനേജർ ഗ്രൂപ്പായിട്ട് തിരിക്കും. 10 പേരുണ്ടെങ്കിൽ 5 പേര് വെച്ച് 2 ഗ്രൂപ്പ്, 2 മാനേജേഴ്സ്. അതിൽ തോറ്റ ആളുണ്ടാവും, വിജയിച്ച ആളും ഉണ്ടാവും. അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോ. അപ്പൊ വിജയിച്ച ആളും തോറ്റ ആളും തമ്മിലൊരു മനുഷ്യത്വരഹിതമായ ഒരു മനുഷ്യനാണ് രണ്ടുപേരും, വേറെ 2 ജീവികളല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ? ഇവന് നിങ്ങൾ തമ്മിൽ അറിയില്ലേ? അറിയുന്നവരാണ്, വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ്. കാര്യം ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ മുതലേ ഞങ്ങൾ തോളത്ത് കൈയിട്ടവനായാലും ബിസിനസ്സിൽ അപ്പനും മോനും ഇല്ലാന്ന് പറയുന്ന പോലെയാ. എന്താ വെച്ചാൽ ഇതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോപ്പ് കൊടുക്കണം, മാനേജർ ആക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് മാനേജർ. സ്വന്തം സുഹൃത്തിന് ഇപ്പം നിങ്ങളെന്താ അവനൊരു ചീത്ത വാക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവനും ഇതാക്കിയിട്ടില്ലെങ്കിൽ നമ്മള് കൂടെയുള്ളവൻ അവൻ ബിസിനസ് ചെയ്ത് നന്നാവണം, അതാണ് എന്റെ ആവശ്യം. അപ്പൊ 2 കൊടുത്താലും കുഴപ്പമില്ല. അവന് വിഷമാവുന്നതല്ല, അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ചെയ്യണത്. പക്ഷെ അവനെ കൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരു നരേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് ബിസിനസ് ചെയ്തല്ലേ മാനേജർ ആവുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ മാനേജർ, എന്റെ കൂട്ടുകാരനും മാനേജർ ആവണമെന്ന് ഞാൻ ചിന്തിക്കാം. അപ്പൊ അവൻ ബിസിനസ് ചെയ്യാണ്ടിരുന്ന അവനെ പറഞ്ഞു കൊടുക്കും. ഇപ്പോ നീ വിജയിക്കണം എന്നല്ല പറയണത്, അവനെ കൂടി നീ വിജയിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അതെ അതെ, വാശി, ബുദ്ധിപരമായ സംഭവമാണ്, നല്ല രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഡെയിലി ടാർഗറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഡെയിലി ടാർഗറ്റ് വരുന്നത്? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ
നമുക്ക് പ്രൊഡക്റ്റ് ബേസിസിലും വരാറുണ്ട്, എമൗണ്ട് ബേസിസിലും വരാറുണ്ട്. ചിലപ്പോൾ 10 ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് 10 കൺസ്യൂമർ, ഒരു ജൂനിയർ ട്രെയിനി ഒക്കെ ആണെങ്കിൽ. സീനിയർ ആണെങ്കിൽ ഒരു 15 ആ റേഞ്ചിലാണ് വരിക. 15 പ്രൊഡക്ട്സ് ഉണ്ടാവും ഒരാൾ. അങ്ങനെയല്ല, 15 കൺസ്യൂമർ. ഇപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ്, ഫ്ലോർ ക്ലീനർ, ഡിറ്റർജന്റ് ലിക്വിഡ്, പോളിമർ പ്ലാസ്റ്റിക്കിന്റെ ഫുഡ് കണ്ടെയ്നേഴ്സ്, പ്ലേറ്റ്, വേപ്പറൈസർ, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. നോൺ സ്റ്റിക്കിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ ഈ നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ 600-700 രൂപ റേഞ്ചിലൊക്കെ വരിക. ഇപ്പോൾ ഫ്ലോർ ക്ലീനർ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ 100-120 ആ റേഞ്ചിലൊക്കെ വരിക. ഇതെല്ലാം കൂടെ എത്ര വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം, അതിനൊന്നും ലിമിറ്റേഷൻ ഒന്നും ഇല്ല. അത് നമുക്ക് കഴിയാവുന്നത്ര അത്രയും കൊണ്ടുപോവാം. ബാഗ് നിറഞ്ഞിരിക്കുക, കൊണ്ടുപോവാ. ജൂനിയർ ആണെങ്കിൽ ഒരു 2000, കുറച്ച് സീനിയർ ആണെങ്കിൽ ഒരു 3000, ഒരു ഓർഗനൈസർ ലെവൽ ആണെങ്കിൽ 4000-5000 അങ്ങനെ മേളിലോട്ട്. ബിസിനസ് ഡെയിലി ടാർഗറ്റ് കുറഞ്ഞത് പുതിയതായിട്ട് വന്ന ഒരാഴ്ച 2 ആഴ്ച ആൾക്ക് 2000, ഒരു മാസം 2 മാസം ആയവന് 3000. ഒരു 4-5 മാസമൊക്കെ കടന്നാൽ പിന്നെ 4000-5000 ഒക്കെ വേണം, അല്ലാതെ കയറാൻ പറ്റില്ല. ഒരു ദിവസം മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റും ഈ 2000-3000 ഒക്കെ. കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. വെയിലത്ത് നടക്കണം. ഇതിന്റെ ഒക്കെ ഒരു അന്യായ വിലയാണ്, അതാണ് പ്രശ്നം. ന്യായമായ വിലയൊന്നുമല്ല. ഇപ്പൊ നോൺ സ്റ്റിക് പ്രോഡക്റ്റ് തന്നെ എനിക്കറിയാം, ഒരു 349 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കമ്പനിയിൽ നിന്നും. അത് നമ്മൾ ട്രെയിനീസിനെ കൊണ്ട് വിൽപ്പിക്കുന്നത് 1200-1300-നൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത്രത്തോളം ലാഭം ഉണ്ട് അതില് കമ്പനിക്ക്. നിങ്ങൾക്ക് കിട്ടുന്നത് 5 രൂപ 10 രൂപ അതായിരിക്കും നിങ്ങൾ കിട്ടുന്നത്. അല്ല, നോൺ സ്റ്റിക്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 90 രൂപ 100 ഒക്കെ കിട്ടും. 1200-ന്റെ 10% ഒക്കെ എങ്ങനെ പോയാലും 10% നിങ്ങൾക്ക് പെർ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ചിലപ്പോ, ചില പ്രൊഡക്ട്സിൽ. ഓക്കെ, ചെറിയ പ്രൊഡക്ട്സിൽ അത്രയൊന്നും കിട്ടത്തൊന്നുമില്ല. അല്ല, അപ്പൊ ഇത് കമ്പനിക്ക് ഓടിയിട്ടുണ്ടാവില്ലേ? നിങ്ങളിപ്പോ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കമ്പനിക്ക് ഒരു ഇതുണ്ടാവില്ലേ? ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അതൊരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസായിട്ടോ ഒന്നും ഇല്ല. ഒരു ടേബിള്, ഒരു റോളിംഗ് ചെയർ, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതില് തൊട്ടടുത്ത് ആൾക്കാരും ഉണ്ടാവില്ലേ ഈ സ്ഥലങ്ങളൊക്കെ? അപ്പൊ അവിടെ പഞ്ചായത്ത് ഉണ്ടാവും, പഞ്ചായത്ത് അംഗീകാരങ്ങൾ വേണം ഒരു കമ്പനി റൺ ചെയ്യണമെങ്കിൽ. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒന്നല്ലെങ്കിൽ ഒരു സെയിൽസിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സ്റ്റാഫിനെ വെച്ച് സെറ്റ് ചെയ്യുന്ന പോലെ. അങ്ങനെ പഞ്ചായത്തിൽ ഇപ്പോ നമ്മൾ പോയി എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ഒരു എഗ്രിമെന്റും വെച്ച് കൊടുത്താൽ മതി. സെയിൽസ് പർപ്പസിനാന്ന് മാത്രം മതി. വേറെ പ്രത്യേകിച്ച് അതിന് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ഇന്ന കമ്പനിയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു ബോർഡ് പോലും വെക്കില്ല. ഓക്കെ, അവിടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ട്രെയിനി ആയിട്ട് വരുന്ന ഒരു പയ്യൻ ഇന്ന കമ്പനിയിലേക്കാണെന്നാണല്ലോ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടാവില്ല, നിങ്ങൾ ഒരു കമ്പനിയിൽ ബോർഡ് പോലും ഇല്ലാത്ത. ഇപ്പൊ നമ്മൾ ആസ് എ പേഴ്സൺ, ഞാനിപ്പോ ഒരു പുതിയ ഒരു ഫ്രഷർ ആണെങ്കിൽ കൂടി നമുക്ക് ആഗ്രഹം AC ഉള്ള റൂമിൽ നല്ല ചെയറിൽ നല്ല സെറ്റപ്പിൽ ഇരിക്കണം, വർക്ക് ചെയ്യണം എന്നാണല്ലോ ആഗ്രഹം വരിക. അപ്പൊ ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല എന്നാ ചോദിക്കുന്നത്. അതിലൊരു വ്യത്യാസം ഉണ്ട്, പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഈ സീനിയർ മാനേജർക്കായിട്ടൊരു ക്യാബിൻ ഉണ്ട് അവിടെ. ഓക്കെ, നല്ല ഡീസന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് കയറി ഇരിക്കാൻ തോന്നുന്ന ഒരു ക്യാബിൻ അവിടെ ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഈ അത് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ആദ്യത്തെ ഒരു ദിവസം വരുമ്പോൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഇത് മാത്രം കണ്ടിട്ട് പിന്നെ നേരെ കിടക്കാനുള്ള റൂമിലേക്കോ അല്ലെങ്കിൽ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകണം ഫസ്റ്റത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് ക്യാൻറ്റീൻ വേറെ ഉണ്ടോ? അതോ ഇല്ല, പുറത്ത് ഏത് ഹോട്ടലിൽ നിന്ന്. ഓക്കെ, ഫസ്റ്റ് ഡേ ചോറും അച്ചാറും കൊടുത്താൽ നിൽക്കില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഈ മെനു കട്ട് ചെയ്ത് വരും. മെനു ഒറിജിനൽ മെനു പുറത്ത് വരും. ബ്രെഡും അച്ചാറും ബ്രെഡും ചിലപ്പോൾ ഒരു ദിവസം ഒരു 150 രൂപ 200 രൂപ ഒക്കെ തരും. ഒരു 10-18 പേരൊക്കെ ഉണ്ടാവും. വച്ചുണ്ടാക്കണം, അരി ചോറ് എല്ലാം വരണം, അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കണം. ഒറ്റൊരു കറിയാണെങ്കിലും വേണം. ഈ 100 രൂപയ്ക്ക് നമുക്ക് എല്ലാവരും 100 രൂപ ഉണ്ടാവും, എല്ലാവർക്കും ഒരു 100 ഉണ്ടാവും. അപ്പൊ ഒരുമിച്ചല്ലേ നിങ്ങൾ? അല്ല, അങ്ങനെയല്ല. 15 പേർക്ക് മൊത്തത്തിൽ ഒരു 250-300 രൂപ തരും. 15 പേർക്കാണോ 200? ഇതില് നമ്മൾ ഒപ്പിച്ചോണം. 50 രൂപയുടെ ഒരു പച്ചക്കറി കിറ്റ് മേടിക്കുക, വെട്ടി നുറുക്കുക, കുറച്ച് മസാല ഉണ്ടാക്കുക. 15 പേർക്ക് 100 രൂപ എന്ന് പറഞ്ഞാൽ 1500 രൂപ പെർ ഡേ ആയി. അതല്ല, എല്ലാവർക്കും കൂടി രാത്രിക്ക് ഫുഡ്, അതാണ് കമ്പനി ഫുഡ്. കമ്പനി തരുന്നതല്ല, നിങ്ങൾ തന്നെയാണ് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അവൻ തരുന്ന ഒരു ഇതാണ്. എന്നിട്ട് കമ്പനിയുടെ ഔദാര്യാന്ന് പറയും, അത്രേ ഉള്ളൂ. സ്ഥാപനത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ വരുമ്പോൾ ബോർഡിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, എന്താണ് കമ്പനിയുടെ ബോർഡ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവര് പറയുന്ന വെച്ചാൽ, ഇത് നിങ്ങൾ ശരിക്കും ഇത് കമ്പനി അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് കമ്പനി? ഇത് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമല്ലേ. ഈ ജസ്റ്റ് ഒരു 10 പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മള്. നിങ്ങൾ ഇത് കഴിഞ്ഞ് ഹെഡ് ഓഫീസിലേക്ക് എവിടാൻ പോകുന്നത്? ഹെഡ് ഓഫീസ് കൊച്ചിയിലാണെന്ന് പറഞ്ഞു. കൊച്ചിയിലാണ്. കറക്റ്റ് പറഞ്ഞാലും ഇന്ന ആളാണ്, ഇങ്ങനെയാണ്, വലിയ ഓഫീസാണെന്നൊക്കെ ഗംഭീരമായിട്ട് പറയും. ഞാൻ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോയിരുന്നു കേട്ടോ. ഓണറിന്റെ വീടിന്റെ മുകളിൽ ഒരു 2 നിലയുണ്ട്, അവിടെ കുറച്ച് ചില്ലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അവരെ ഗംഭീര ഹെഡ് ഓഫീസ്. എന്നിട്ട് ആ ഓഫീസ് വേറെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. വീട് 3 കോടി 4 കോടി എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യും.
ഇതെല്ലാം കാണുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. ഇതാണ് ഇതിന്റെ സത്യം. അത് മാത്രമല്ല, ഈ കമ്പനിയിൽ പല ബ്രാഞ്ചുകളിലും ലേഡീസ് ഒന്നും അത്ര സേഫ് ഒന്നും അല്ല. ലേഡീസ് സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിപ്പോ യൂട്യൂബ് നോക്കിയാൽ തന്നെ കാണാം, പലപ്പോഴായിട്ട് കേസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ 1-2 കുട്ടികളൊക്കെ അറിയാം. പക്ഷെ അവര് പുറത്ത് പറയാത്ത എന്താന്ന് വെച്ചാൽ അവരെ വീടുകളിൽ അറിഞ്ഞാൽ, നാട്ടിലറിഞ്ഞാൽ അവരെങ്ങനെ പുറത്ത് മുഖം കാണിക്കും. അല്ല, സ്ത്രീകൾക്ക് ഒരു മാനേജറിനെ പേടിച്ചിട്ട് ഒരു ലേഡി മാനേജറാണ് ഒരു ദിവസം മൊത്തം റൂമിൽ ഇരുട്ടറയിൽ പേടിച്ചിട്ട് അടച്ചകത്തിരുന്ന് കരഞ്ഞ സംഭവം വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കറിയാത്തൊരു വ്യക്തിയാണ്. എൻ്റെ നമ്പർ ആരോ കൊടുത്തിട്ട് എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതാ. ഒരു മാനേജറിനെ പേടിച്ചിട്ട് ഇവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് തോന്നിയ ദിവസം കാണിക്കുക, കയറി പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അല്ല, അത് എന്തിനു സഹിക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്ത് ചെയ്യാനാണ്? നമുക്ക് ഈ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇവരൊരു പെർമിഷൻ വേണം. മാനേജർ ഇപ്പോൾ ഒരു സ്റ്റാഫ് പുറത്തിറങ്ങണമെങ്കിലും അകത്തോട്ട് വരണമെങ്കിലും സ്ത്രീകൾക്കുള്ള സുരക്ഷിതത്വം അവിടെ ഉറപ്പാക്കണല്ലോ നമ്മളൊരു സ്ഥലത്ത്. അപ്പൊ അതിനുള്ള ശുചീകരണ സ്ഥലങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ അവിടെ ഉണ്ടാവും. അതോ സ്ത്രീകൾക്ക് പ്രത്യേകം താമസിക്കാവുന്ന സ്ഥലങ്ങളുണ്ടോ? അതോ സ്ഥലങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ബ്രാഞ്ചിന്റെ ഓണറിന് അവനാണല്ലോ ഇതിന് പൈസ കൊടുക്കണേ, ഈ ബിൽഡിങ്ങിന് പൈസ കൊടുക്കണേ. അവനിപ്പോ ഓരോ ആവശ്യത്തിനാന്നും പറഞ്ഞ് പോവാൻ വരാം, പ്രശ്നമൊന്നുമില്ല. മനസ്സിലായി? അത് ആരും ചോദ്യം ചെയ്യില്ല. അത് മാത്രമല്ല, ഈ കുട്ടികൾ പകൽ ഫീൽഡില്ല. ഒരു ലേഡി മാനേജർ അവൾ ചിലപ്പോൾ അവിടെ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്ലി അവർക്ക് പെയിനും കാര്യങ്ങളും വരുമ്പോൾ അവർ വന്നിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ഒറ്റയ്ക്കുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മാനേജർ കടന്നു ചെല്ലുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്ങനെ പുറത്തു വരും? പറയില്ല, ഒരിക്കലും പറയില്ല. ഈ ട്രെയിനീസിനിടയിൽ സ്ത്രീകൾ ഉണ്ടാവില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും ഇവിടെ നല്ല വ്യക്തികളും ഉണ്ട്, മോശം വ്യക്തികളും ഉണ്ട് ഈ കമ്പനിയിൽ. പക്ഷെ മെജോറിറ്റി ഓഫ് അവർ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്ത് പോകുന്നു. ചിലവർക്ക് ബിസിനസിന്റെ കൂടെ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ വേണം. അങ്ങനെയുള്ള കഥകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ ഈ കമ്പനി നിലവിലുണ്ടോ, അതോ അതിന്റെ എല്ലാ ഫുൾ സ്ട്രോങ് തന്നെ പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അവര് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുമായിട്ട് ലീഗൽ റിലേഷൻ ഈ പറയുന്ന സെയിൽസ് ഏജന്റുമാർക്കൊന്നും ഇല്ലാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാം. ഈ കഴിഞ്ഞ 11-ാം തീയതിയാന്ന് തോന്നുന്നു കേരളത്തിലെ എല്ലാ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മാനേജേഴ്സിനെയും വിളിച്ച്, അവരെ ഭാഷയിൽ പറഞ്ഞ സെയിൽസ് ഏജന്റ്, അവരെ വിളിച്ചു വരുത്തി അവർ മീറ്റിംഗ് നടത്തിയേക്കുക. എന്തിനു വേണ്ടിയാ? ആരും കമ്പനി ഒറ്റ കൊടുക്കാൻ പാടില്ല, കമ്പനി ഒറ്റ കൊടുക്കാതെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും, നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും. ഇതാണ് അവരൊരു നിലപാട്. ഈ കമ്പനിയിലെ മെജോറിറ്റി ഓഫ് സെയിൽസ് ഏജന്റുമാർ നമ്മളെ പോലെ ബാഗ് എടുത്തവർ തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവർക്ക് 1 മാസം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാക്കണവരാ. കമ്പനി പൂട്ടിപ്പോയാൽ അവരെ വയറ്റത്തടിച്ച പോലെയാവും. അപ്പൊ അവരൊരിക്കലും ഒറ്റില്ല. കമ്പനി എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായി, ഒരു സെയിൽസ് ഏജന്റ് ഒരു പെണ്ണ് കേസ് വന്നെന്നോ അല്ലെങ്കിൽ ഇതുപോലെ പണിഷ്മെന്റിന്റെ സംഭവം വന്നെന്ന് പറഞ്ഞാൽ അവനെ പുറത്താക്കി എന്ന് പറയാം. അവന് ഇനി ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല. വേണ്ട, കൊടുക്കണ്ട. ഇപ്പോൾ മൂന്നാമതൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ ഞാൻ പോയി കൊടുക്കണം എന്നില്ല, എനിക്ക് വേറൊരു ബ്രാഞ്ചിലൂടെ തന്നെ കൊടുക്കാം. ഇപ്പൊ എന്റെ ഓൾറെഡി ഉള്ള സെയിൽസ് ഏജന്റിൽ കണക്ഷൻ ഉള്ള വ്യക്തിക്കാണെങ്കിൽ ഞാൻ അവനിൽ കൊടുത്താൽ മതി, അവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്തോളും. എനിക്ക് ബിസിനസ് കറക്റ്റായി കിട്ടും, അവന് സ്റ്റോക്കും കിട്ടും. പ്രത്യക്ഷത്തിൽ കണക്ഷൻ ഒന്നുമില്ല. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ സാധാരണ ഈ നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വേറെ കമ്പനികൾക്കും ഉണ്ട്. ടാക്സ് അടച്ച് എല്ലാ തരത്തിലും ലോകളൊക്കെ അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറെ കമ്പനികളുണ്ടല്ലോ. അപ്പം നിങ്ങൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കമ്പനി മാത്രമല്ല, വേറെയും കമ്പനികളുണ്ട്. അവർ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ലാഭം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഷോപ്പിലൂടെ വിൽക്കുമ്പോൾ അതിന് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് ന്യായമായ ഒരു വില ഉണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നതിന് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. 500 രൂപയുടെ പ്രൊഡക്റ്റ് 700 രൂപയ്ക്ക് വേണമെങ്കിലും എനിക്ക് വിൽക്കാൻ സാധിക്കും, സംസാരിക്കാനുള്ള കഴിവുണ്ടായാൽ മതി. മനസ്സിലായോ? അപ്പൊ എത്ര കൂടുതൽ രൂപയ്ക്ക് വിൽക്കുന്നോ അത്രയും ലാഭമല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഇതിന് ബില്ലും അങ്ങനെയാണെങ്കിൽ ഈ മണി ബ്ലാക്ക് മണി അല്ലേ എന്ന് ചോദിക്കുന്നത്. മൊത്തം ഈ വരുന്ന പൈസ മൊത്തം ബ്ലാക്ക് മണി അല്ലേ? ഇതിപ്പോൾ മീഡിയകളിൽ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര വല്ലാത്ത രീതിയിൽ ഇത് വൈറലായിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതില്ല. അത് കാശ് കൊടുത്ത് ഒതുക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? 100% കാശ് കൊടുത്ത് ഒതുക്കാം. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ഞാനൊരു ന്യൂസിൽ കേട്ടാണ്, എത്ര 65 കോടി 66 കോടി ആസ്തിയുണ്ട്. കുറച്ച് ലക്ഷങ്ങൾ എറിഞ്ഞാൽ മറിയാത്തവരൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും ബേസിക് ആവശ്യമുള്ളവരാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ന്യൂസ് കൊണ്ടുവന്ന ഒരു ചാനലുണ്ട്, അവർ പോലും ഇപ്പം അതിൻ്റെ ഒരു വാക്കും മിണ്ടണില്ല. അന്ന് അവർ ന്യൂസിൽ പറഞ്ഞത്, പല സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികൾ തെളിവുകൾ ഇവരുടെ ന്യൂസ് ഡെസ്കിലേക്ക് അയക്കുന്നു, ഞങ്ങളുടെ കയ്യിൽ ശേഖരങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് തെളിവിന്റെ. അന്ന് അതൊന്നും പുറത്തു വന്നിട്ടുമില്ല, ആരും പ്രതികരിച്ചിട്ടുമില്ല. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഓരോരുത്തരിരുന്ന് പ്രതികരിക്കുന്നു, പ്രതികരിച്ചവർക്കെതിരെ ഇവര് കേസ് കൊടുക്കുന്നു. ചുമ്മാ കേസ് കൊടുക്കുക, കമ്പനിയെ അപകീർത്തിപ്പെടുത്തി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലേഡി മാനേജറിന്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു വ്യക്തി ഇതുപോലെ പ്രതികരിച്ചു, സ്ത്രീയെ അധിക്ഷേപിച്ചു, കേസ് വനിതാ സെല്ലിൽ. ഇങ്ങനെ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നാളെ ഞാൻ കമ്പനിക്കെതിരെ ഒരു ഇത് പോയി നോക്കിയേ, എനിക്കെതിരെയും കേസ് കൊടുക്കും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പ്രതികരിക്കുമ്പോൾ, ഈ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്കെതിരെയും ഇവർ ആക്ഷൻ എടുക്കില്ല എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് പേടിയൊന്നുമില്ല.
ആക്ഷൻ എടുക്കുന്ന എടുത്തോട്ടെ, എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അനുഭവിച്ചതല്ലേ, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ആ ഒരു വ്യക്തി പറഞ്ഞ വോയിസും കാര്യങ്ങളും ഉണ്ട്. അതായത് ഈ കോമ്പറ്റീഷനെ കുറിച്ചും അതിലെ പല ലെവൽസിലുള്ള ആളുകളെ കുറിച്ചും പറയുന്നതിന് ഒരു വോയിസ് ഉണ്ട്. പിന്നെ ഈ കമ്പനിയിലെ പല മാനേജേഴ്സും അച്ചീവ് ചെയ്തതിൻ്റെ കാർ മേടിച്ചതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അതിൻ്റെ അഭിനന്ദനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷനിൽ ഈ പറയുന്ന ഇവരെ സെയിൽസ് സ്റ്റാഫ് എന്ന് പറഞ്ഞവർ വന്നിട്ട് പ്രൊമോഷൻ നടത്തിയതിൻ്റെ ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അത് മാത്രമാണോ? എത്ര അനുഭവിച്ച വ്യക്തികൾ എൻ്റെ കൂടെ ഉണ്ട്. അവരിപ്പം നേരിട്ട് വിളിച്ചിട്ട് വരാത്ത എന്തുകൊണ്ടാണ്? ഇതുപോലെ കള്ളക്കേസുകൾ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ആ പേടിയില്ല. എനിക്കിനിപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും പ്രശ്നമൊന്നും വരാനില്ല എന്നുള്ളൊരു ധാരണയല്ല ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. കാര്യം ഒന്നും ഇല്ലാതെ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ഒരു ബ്രാഞ്ച് എന്നെ കൊണ്ട് പൂട്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പിള്ളേർ വരാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ വെയിലത്ത് ഈ ബാഗും തൂക്കിയാൽ അത്രയും ടയർഡായി ഉണ്ടാവും. ഇവൻ്റെ ഈ ബട്ടൺസ് ഉണ്ടാവില്ല, ഫ്രണ്ടത്തെ ചൂടായിട്ടുണ്ടാവും, അത്രയും ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവർക്കൊരു പെർസെൻറ്റേജ് ഓഫ് 10% എന്നൊക്കെ പറയുമ്പോൾ സെയിൽസിന് 10% എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ എമൗണ്ട് കിട്ടുന്നതാവും ഭാവിയിൽ ഒരു കൊല്ലം കൊണ്ട് ഇവർക്ക് അത്യാവശ്യം നല്ലൊരു 10 ലക്ഷം രൂപ വരെ സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോലിയിലേക്കാണ് ഇവർ പ്രവേശിക്കപ്പെടുന്നത് എന്നാണ് നമ്മുടെ ചിന്ത. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാസർഗോഡിനെ കുറിച്ച് പറയാം. കാഞ്ഞങ്ങാട് ഒരു ബ്രാഞ്ച് ഉണ്ട്, പൊയിനാച്ചിയിൽ ബ്രാഞ്ച് ഉണ്ട്, കോവൽപ്പള്ളിയിൽ ബ്രാഞ്ച് ഉണ്ട്, ചെറുവത്തൂർ ബ്രാഞ്ച് ഉണ്ട്, നീലേശ്വരത്ത് ബ്രാഞ്ച് ഉണ്ട്. സൗത്തിൽ ബ്രാഞ്ച് കിടക്കും. ജില്ലയിൽ തന്നെ അത്രയും ബ്രാഞ്ച് കാസർഗോഡ് ഏരിയയിൽ അത്ര ഏരിയയിൽ ഉദുമയിൽ ബ്രാഞ്ച് ഉണ്ട്, കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ബ്രാഞ്ച് ഉണ്ട്, ഉപ്പളയിൽ ഉണ്ടായിരുന്നു, നൈമർമൂലി ഉണ്ടായിരുന്നു. ഒരു ജില്ലയിൽ തന്നെ 10, 11, 12 ബ്രാഞ്ചുകൾ കൂട്ടുക. അതിലൊക്കെ ഒരു മിനിമം 10 പേരെങ്കിലും ഉണ്ടാവും, കുറഞ്ഞതുണ്ടാവും. 10 ബ്രാഞ്ച് വെച്ച് ഈ പിള്ളേരെല്ലാം ഇതേ സെയിം പ്രൊഡക്റ്റ്സ് തൂക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ അവന് കച്ചവടം ഉണ്ടാവും. അവനെ ഇന്നലെ ആള് വന്നു, ഓൾറെഡി ഞങ്ങൾ മേടിച്ചു, ഇതിനെക്കാളും കുറഞ്ഞ വിലക്ക് ഞങ്ങൾക്ക് കിട്ടി, ആരെടുക്കാനാ? എന്നാലും ഓൺലൈൻ മാർക്കറ്റ്, ഓൺലൈനിൽ നമുക്ക് വാങ്ങാവുന്ന പ്രൊഡക്റ്റുകളാണ് കടയിലും കിട്ടുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അത്രയും. പിന്നെ ഈ സഹതാപം കൊണ്ട് വാങ്ങുന്ന ആൾക്കാരായി. അതെ, അല്ലെ മോസ്റ്റ് ഓഫ് അതാണ് നടക്കുന്നത്. പക്ഷെ അവര് ഓർക്കണേ എന്താ, ഈ കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവുന്നതായിരിക്കും ഓർക്കണേ. പക്ഷെ ഒരു ലാഭവും ഇല്ല. ചേട്ടൻ പറഞ്ഞു 10% എന്താണ് ഇത് കൊടുക്കുവാണെങ്കിൽ തന്നെ അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു 3000 രൂപയുടെ 300 രൂപയാവുള്ളൂ. അതെ, കുറവാണ്. അപ്പൊ എത്ര ഒരു അങ്ങനത്തെ 10 പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇവന് എമൗണ്ട് കിട്ടില്ലെന്ന് ആലോചിക്കുമല്ലോ. പക്ഷെ 10 പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അടുപ്പിക്കില്ല കാര്യം. അയ്യോ, നിങ്ങളെ കൊണ്ട് തൊഴും നമ്മളെ നോക്കിയിട്ട്. ഇത് ഈ ആഴ്ചയിൽ 3ാമത്തെ ആളാണ് മോനെ, നീ വരണ്ട. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമായിട്ട് അവര് പറയുന്ന കാര്യം സത്യമാണ്. നമ്മൾ തന്നെ കാണും. ഞാൻ തന്നെ ഫീൽഡിൽ പോയിട്ട് 2-3 കുട്ടികൾ ഒരേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. വേറെ വേറെ ബ്രാഞ്ചിലുള്ളതൊക്കെ. ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓഫീസിൽ പറയണ സാറേ ഇത് ഇന്ന് ആ ഏരിയ 3 പേരുണ്ടായി, എനിക്ക് ബിസിനസ് കിട്ടിയില്ല. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാൻ 6ാമത്തെ ആളായിട്ട് വരെ പോയിട്ട് ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാവിൻ്റെ കഴിവാണ് ബിസിനസ്. പ്രതിസന്ധികൾ അതിജീവിക്കൂ, എങ്കിലല്ലേ മാനേജർ ആവൂ. മനസ്സിലായോ? ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. നേരത്തെ വന്ന 5 പേരെക്കാളും നിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കസ്റ്റമർ ഉണ്ടെങ്കിലോ അവരെടുക്കും എന്നാ പറയുക. സത്യം പറഞ്ഞാൽ മോട്ടിവേഷൻ അറ്റ് പീക്ക്. നമ്മൾ നിന്ന നിപ്പിൽ നമ്മളങ്ങ് വേറെ ലോകത്ത് എത്തിക്കുക ഒരു മോട്ടിവേഷൻ കൊണ്ട്. പ്രത്യേകിച്ച് റീലുകളും മറ്റു ഇറങ്ങും മോട്ടിവേഷൻ. ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഇപ്പോൾ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു മാനേജർ കാർ മേടിച്ചു, അത് ഇവരെ മാനേജേഴ്സിന്റെ ഗ്രൂപ്പിൽ വരും. പിറ്റേ ദിവസം രാവിലെ, കണ്ടോ ഞങ്ങൾ 10 ലക്ഷത്തിന് വണ്ടി എടുത്തു, 25 വയസ്സുള്ള പയ്യനാ 10 ലക്ഷത്തിന് കാർ എടുത്തു, ഇവിടെ 26 വയസ്സുള്ള ഒരു ട്രെയിനിങ് ചെയ്യുന്നില്ലേ, കണ്ടോ നേരത്തെ വന്നാൽ നേരത്തെ മാനേജർ ആവാം. ഇതാണ് മോട്ടിവേഷൻ. ഇവിടെ പെരുമ്പാവൂരിലൊരു സംഭവം ഉണ്ടായില്ലേ, പുള്ളീനൊക്കെ വെച്ച് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ ഉണ്ടല്ലോ. കോടികളുടെ വീട്, ആസ്തി. പുള്ളിക്ക് കോടികൾ എവിടെ ഉണ്ടോ? പിന്നെ പുള്ളി ഞങ്ങളുടെ ബ്രാഞ്ചിൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എൻ്റെ ഡ്രോയർ പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കുറയാതെ ഉണ്ടെന്ന്. വയസ്സ് 25, പുള്ളിയുടെ വയസ്സ്. ഡ്രോയർ പറഞ്ഞാൽ 10, ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട്, 10 ലക്ഷം ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഈ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടാകുന്നതാണോ? പുള്ളിക്ക് 10, 60, 70 കുട്ടികളുണ്ട്. ഒരാൾ 1000 രൂപ വെച്ച് ബിസിനസ് ചെയ്താൽ ഒരു ദിവസം 80,000 രൂപ ബിസിനസ്സായോ? ഒരു മാസം അപ്പം എത്രയായി? അതാണെങ്കിൽ അത് പക്ഷേ നിങ്ങളെ മുകളിലേക്ക് കൊടുക്കണ്ടേ എമൗണ്ട് മൊത്തം കൊടുക്കണ്ട. അതിന്റെ പെർസെന്റേജ് പുള്ളിക്ക് ഉണ്ടാവും. 250 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവൻ 700 രൂപയ്ക്കല്ലേ വിൽക്കുന്നേ. അതിൽ 50 രൂപ കൂടുതൽ മുകളിൽ കൊടുത്താൽ മതി. പ്രൊഡക്റ്റിന്റെ കറക്റ്റ് റേറ്റ് മുകളിൽ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. മനസ്സിലായി. ആ സ്ഥാപനത്തിന് അവരുടെ റേറ്റ് കിട്ടിയാൽ മതി, ഇവൻ എത്രയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. അത് അവന്റെ കഴിവ്. അതിപ്പം എനിക്കൊരു ബ്രാഞ്ച് ഉണ്ട്, ഇയാൾക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഇയാൾ വിൽക്കണേ 500-നാണെങ്കിൽ എനിക്ക് വേണേ 700-നും വെക്കാം. ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. പാനൊക്കെ വെക്കുന്നത് ഓരോരുത്തർ കഴിവാ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടല്ലോ, എന്തായാലും വരുമാനം ഇല്ലല്ലോ, 500 രൂപയുടെ സാധനം 700 രൂപയ്ക്ക് വെച്ചിട്ട് 200 രൂപ കൂട്ടി വെച്ച സമയമുണ്ട് നമ്മുടെയൊക്കെ. അത്രയും കഷ്ടപ്പെട്ടു, വീട്ടിലെ ആവശ്യം കൊണ്ടാണ്. ഓരോ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഒരു മരുന്നിന് അയച്ചു കൊടുക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കമ്മീഷനിൽ നിന്നും കുറച്ച് ഉമ്മാർ കൊണ്ടുപോകും.
300 ബില്ലായി കഴിഞ്ഞാൽ മാനേജർ വെച്ച് തിന്ന ചോറിൻ്റെ ബില്ലും കൂടെ അതിനകത്ത് അടിച്ച് കയറ്റി വെക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സേവിങ്സ് ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ. ഇനി ഇങ്ങനെയുള്ള കച്ചവടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? യുവത്വങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഇവർ പറയും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ. പക്ഷേ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 2 വർഷമെങ്കിലും കളയാൻ തയ്യാറാണെങ്കിൽ പൊക്കോ. കുറഞ്ഞതൊരു 2-3 വർഷം കളയാൻ തയ്യാറാണ്, പഠിക്കാൻ താല്പര്യമൊന്നുമില്ല, വെറുതെ കഞ്ഞിയും ചോറൊക്കെ കെട്ടി നാടൊക്കെ കണ്ട് ബാഗും തൂക്കി തെണ്ടി നടക്കാനാണെങ്കിൽ പോവാം. അല്ല ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു ജോലി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, കൂലിപ്പണിക്ക് പോയാൽ 1000 രൂപ കിട്ടും. ഈ ബാഗ് എടുത്തിട്ട് ഡെയിലി 50 രൂപ 60 രൂപ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ അന്തസ്സായിട്ട് ജീവിക്കാൻ 4 ആളുടെ മുന്നിൽ. വല്ലവൻ്റെയും വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല തെറിയും ആട്ടും തുപ്പും. ചിലവരൊക്കെ ഉണ്ടല്ലോ, കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ പോലും ഈ അഴുക്ക് പിടിച്ച പൈപ്പ് കാണിച്ചിട്ട് പറയും അതിന്ന് കുടിച്ചോളാൻ. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ പോകേണ്ടി വരും. അതിനേക്കാളും നല്ലത് നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനത്തിൽ കയറാൻ, നന്നായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണോ വിദ്യാഭ്യാസം അതിന് പറ്റുന്ന നല്ലൊരു സ്ഥാപനത്തിൽ കയറി വർക്ക് ചെയ്യുക. ഇതുപോലെ ഉടായ്പകളിൽ പോവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ നല്ല വഴി നോക്കുക, കുറുക്ക് വഴി നോക്കിയിട്ട് കാര്യമില്ല. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.